ആത്മീക നിലവാരത്തിൽ കാണുവാൻ ഇവിടെയാക്കിയിടങ്ങളും പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ സാക്ഷ്യവചനങ്ങൾ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇവരുടെ സ്കൂൾ ജീവിതം ഏറ്റവും അനുഗ്രഹമാകണം. ഭവനത്തിലും സമൂഹത്തിലും സഭയ്ക്കും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. അങ്ങയുടെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അത്യാവശ്യമുള്ളവർക്ക് രണ്ട് വാക്കുകൾ സാക്ഷ്യം പറയാം. ഇതായിരിക്കും തന്റെ അമ്മാവിന് സാക്ഷ്യം പറയാനുള്ള അവകാശമുണ്ട്. ബാക്കിയുള്ള പ്രിയപ്പെട്ടവർ വേഗത്തിൽ അത്യാവശ്യമായ സാക്ഷ്യം. വിശുദ്ധ
Praise the Lord. ഒരു പ്രൈസ് ദി ലോർഡ്. ഒരു ഞായറാഴ്ചയും കൂടി സഭായോഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ദൈവസഭകളായിരിക്കും ദൈവമക്കളോട് ചേർന്ന് ദൈവദാസനോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തു നമ്മുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി കർത്താദാസൻ സന്നിപാസോടും ചേർന്ന് ഇലാമാൻഡിയോടും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വളരെ നാളുകൾക്ക് ശേഷം 10-15 വർഷത്തിന് ശേഷം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്തൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഇന്ന് അവർ വരുന്ന കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്ററല്ല തെക്കേമല ജംഗ്ഷനിൽ വെച്ച് ദൈവമക്കൾ സഭായോഗത്തിൽ എൻ്റെ ഭാര്യ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന് അടുത്ത ആഴ്ച ഒരു പാസ്റ്റർ വരുന്നുണ്ട്, സ്കറിയ പാസ്റ്റർ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പോൾ അവർ ഒഫീഷ്യൽ നെയിമാണ് പറഞ്ഞു, ജോൺസൺ പാസ്റ്റർ എന്ന് പറയുന്നത്. അവർക്ക് അറിയില്ലല്ലോ സ്വന്തം. എന്നാൽ പൊതുവേ പാസ്റ്റർ അറിയപ്പെടുന്ന സണ്ണി പാസ്റ്റർ എന്നാണ്. ഒഫീഷ്യൽ ജോൺസൺ കെ ഷമലാണെങ്കിലും വളരെ സന്തോഷം തോന്നി. സ്കറിയ പാസ്റ്റർ ഞങ്ങളെ ക്ഷണിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നപ്പകൽ സ്തോത്രം ഞങ്ങൾ 10 മണിക്ക് 5 മിനിറ്റ് മുമ്പേ എത്തിയുള്ളൂ. സ്തോത്രം. എൻ്റെ ഭാര്യയുടെ രീതി ആണെങ്കിൽ 10-15 മിനിറ്റ് മുമ്പ് ഒരു മീറ്റിങ്ങിന് എത്തണം. മാത്രമല്ല തൻ്റെ ആ പശ്ചാത്തലം, താൻ വളർന്ന മാർത്തമ പശ്ചാത്തലവും താൻ പഠിച്ചതും മാത്രമല്ല സണ്ണിപ്പാസിൻ്റെയും അമ്മാവുടെയും ആത്മീയ വളർച്ചയിൽ അവർ വളർത്തിയതും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ 5 മിനിറ്റ് മുമ്പേ എത്താൻ സാധിച്ചുള്ളൂ. എൻ്റെ കുറവാണ്. എങ്കിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഓർക്കായിരുന്നു സ്തോത്രം. പല കാര്യങ്ങളും ഓർത്തിങ്ങനെ വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി ഒരു പ്രാദേശിക സഭയുടെ ഇടയ ശുശ്രൂഷയിൽ നിന്ന് ഉയർത്തി. സ്തോത്രം. ഷാരോൺ സഭയുടെ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ അദ്ദേഹത്തിൻ്റെ നിലയിൽ എത്തുവാൻ ചില വർഷങ്ങൾ എടുത്തെങ്കിൽ തന്നെ കർത്താവ് തന്നെ ഉയർത്തിയ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പടിപടിയായാണ് നമ്മൾ പറയാറ്, പടിപടിയായി ആ ഉയർച്ചയിൽ വരുവാനും. എന്നാൽ അന്ന് കണ്ട ആ സ്നേഹം തന്നെ സ്തോത്രം ഞങ്ങളോട് മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും ഒരുപോലെ ആ സ്നേഹം കാണിപ്പാൻ, മുഖപക്ഷം ഇല്ലാതെ എല്ലാവരെയും സ്നേഹിപ്പാനും സ്തോത്രം വചനം, പഥ്യവചനം അത് ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച അനുഭവങ്ങളുണ്ട്. എൻ്റെ ഭാര്യയും പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ബൈബിൾ പഥ്യവചനം അന്നും ഇന്നും അത് നിലനിർത്തുവാൻ തൻ്റെ വേഷത്തിലാകട്ടെ, ഭാവത്തിലാകട്ടെ, സംസാരങ്ങളാകട്ടെ, അതെല്ലാം നിലനിർത്തുവാൻ ദൈവാത്മാവ് തന്നെ സഹായിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞാനും ആദ്യമായിട്ട് ഞങ്ങൾ വിവാഹം നടത്തിയത് സണ്ണി പാസ്റ്ററായിരുന്നു. സ്തോത്രം. ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് 22 വർഷം കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ഈ സമയം വരെയും എൻ്റെ ഭാര്യയെ ആത്മീയ പിതാവും മാതാവും ആകുന്നു. അതേ സ്നേഹം തന്നെയാണ് എന്നോടും അവർ കാണിച്ചു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വം. ആദ്യമായിട്ട് സഭയിൽ ചെന്നപ്പോൾ പ്രസംഗിക്കാനുള്ള സമയം തന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റുന്നു. പക്ഷേ എന്നോട് പറഞ്ഞ് മുമ്പിൽ വന്ന് സ്റ്റേജിലേക്ക് കയറാൻ പറഞ്ഞ് പോഡിയത്തിൽ നിന്ന് സംസാരിപ്പാൻ സമയമെടുക്കാനും പറഞ്ഞത് ഓർത്തേണ്ടോ ഞാൻ ഓർക്കുകയായിരുന്നു. കർത്താവിൻ്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിലുപരിയായി അവർക്ക് ദാനമായി നൽകിയ 2 മക്കളിൽ മൂത്ത മകനാണ്, ഇളയ മകള് ടൈറ്റസ് പാസ്റ്റർ. അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അത് വളർത്തിയെടുപ്പാൻ, ടൈറ്റസ് പാസ്റ്ററെ അതിന് വേലയ്ക്ക് വേണ്ടി ചെറുപ്പം തന്നെ വേലയ്ക്ക് വേണ്ടി വളർത്തിയെടുപ്പാനും ഒരു കൃപ മനസ്സ് അവർക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന അവർ സ്വന്തം ദുബായിൽ ചില വർഷങ്ങൾ മുമ്പ് എൻ്റെ അനിയൻ അവിടെ ആയിരുന്ന സമയത്ത് ടൈറ്റസ് പാസ്റ്ററും ഷാരോയുടെ വേലയായിട്ട് 3 വർഷം അവിടെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയനോട് എൻ്റെ ഒരു അനിയനാകുന്നു എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടിൽ അവരെ സ്നേഹിപ്പാൻ 3 വർഷം അവർക്ക് 2 പ്രസ്ഥാനങ്ങളായിരുന്നു. അവർ ടൈറ്റസ് പാസ്റ്റർ ഷാരോണിലും എൻ്റെ അനിയൻ ചർച്ചക്കോടിനോട് ബന്ധത്തിലായിരുന്നു അവിടെ പ്രവർത്തിച്ചെന്നാലും എങ്കിലും ആ 3 വർഷം ആ ഒരു ആത്മീയ സഹകരണം തമ്മിൽ അത് കാണുവാൻ എൻ്റെ അനിയൻ എപ്പോഴും പറയുന്നതായിരുന്നു. പാസ്റ്ററിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള ഇത്രയും ബന്ധമുള്ളൂ എങ്കിലും അവരോട് കാണിച്ച ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവ് വേലിയിലായിരിക്കാൻ അവരെ കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി ഇനിയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആ ഒരു മാതൃക പത്രോസ് പറയുന്ന പോലെ യേശു ക്രിസ്തു തന്നെ പിൻപറ്റുവാൻ നമുക്ക് വേണ്ടി ഒരു
കർത്താവ് ഒരു വഴി ഒരുക്കി തന്നു, കാണിച്ചു തന്നു. ആ മാതൃക പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാതൃക നമുക്ക് മാത്രമല്ല സ്തോത്രം, മറ്റുള്ള അനേകർ അതേ നമുക്ക് വേണ്ടി ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ആ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ മാതൃകയിൽ ജീവിച്ചുകൊണ്ട് അതേ പിൻതലമുറയ്ക്ക് ഒരു മാതൃക കാണിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങൾക്കും അത് എന്നും അത് ഓർക്കുവാൻ അത് അവരിങ്ങനെ ജീവിച്ചല്ലോ. അത് കുറവുകൾ എല്ലാവർക്കും ഞാൻ പണ്ടും ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്. അത് കുറവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ഷാരോന്റെ സ്ഥാപകനായ കർത്തദാസന്മാർക്ക് ഉൾപ്പെടെ. പക്ഷേ അവരുടെ ആ വീഴ്ചകളോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷീണങ്ങളല്ല നമ്മൾ കാണുന്നത്. നമുക്ക് അവരുടെ നല്ല മാതൃക, അവരെ നടത്തിയ വഴികൾ ഓർത്ത് അവരെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും അത് ആ മാതൃക പിന്തുടരാൻ വേണ്ടിയ കർത്താവാണ് വിളിച്ച് വേർതിരിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം മാത്രം വെളിപ്പാട് പുസ്തകത്തില് 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. 22:5 അതോ 21:5 സ്തോത്രം. അതെ, ഞാൻ സകലവും പുതുതാക്കുന്ന ദൈവ പ്രവർത്തിക്കായി സ്തോത്രം. ഇന്ന് പകലും ഈ 2025 വർഷം മാർച്ച് മാസം 9 കർത്താവിന്റെ ആത്മാവിനെ ഓർപ്പിക്കാനുള്ള ഞാൻ സകലവും പുതുതാക്കുന്നു. അതേ, ഒരു പുതുമ നമുക്ക് നൽകിയതുകൊണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിച്ചത്. അത് നമ്മുടെ അസ്ഥികൾക്കാകട്ടെ, നമ്മളെ ആത്മാവിനാകട്ടെ, ആത്മാവിന് പുതുക്കൾ കർത്താവ് നൽകി. ഇന്ന് പ്രഭാതത്തില് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തി രക്തത്തെ ശുദ്ധീകരിച്ച് ശരീരത്തെ ഓരോ അവയവം എന്ന് പൂർണ്ണ പ്രവർത്തിച്ച് കർത്താവ് സഹായിച്ച് അത് ആത്മ പുതുക്കത്തിൽ വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പാർശ്വമെന്ന് ഞാൻ കൈ കൊടുത്ത് പറയാൻ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അവസ്ഥ. അതേ, ചില ബലഹീനങ്ങളുണ്ട്, അതേ ശരീരത്തിൽ പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കതുപോലെ ഒരു വ്യത്യാസമില്ല. എനിക്ക് സൗഖ്യമുണ്ട്, പക്ഷെ എനിക്ക് ഇന്നും പ്രയാസമുണ്ട്. സ്തോത്രം. ആ കഷ്ടങ്ങൾ കൂടി ഹല്ലേലൂയ. മാത്രമല്ല ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ അതേ ഉപരിതല ഒരു വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ പ്രസംഗമല്ല താൻ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് താൻ പ്രാപിച്ച ദർശനം. അതേ, കഷ്ടങ്ങൾ കൂടി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ബലപ്പെടുത്തി. മാമ ആ സാക്ഷ്യം തന്നെ പറഞ്ഞേ, അത് വല്ലാത്ത ലോകത്ത് ആയിരിക്കുമ്പോൾ അതേ കഷ്ടങ്ങൾ നമുക്കുണ്ട്. പക്ഷെ കഷ്ടതയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ മാറിപ്പോകുന്നില്ല. അവൻ അല്ലെങ്കിൽ നമ്മളെ ക്ഷീണിപ്പിച്ചാലും നമ്മളെ അതിനുവേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്. എന്നാൽ ക്ഷീണിച്ചിരിക്കുന്ന അനുഭവത്തിൽ അത് കുഞ്ഞിരിക്കുന്നവരെ നിവർത്തനം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു ഇന്ന് പകലും. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ നമുക്ക് അത് ആത്മാവിൽ ഒരു പുതുക്കം പകരുവാൻ, അതേ നമ്മുടെ ശരീരത്തിൽ ഒരു പുതുക്കം പകരുവാൻ അത് കാരണമായി തീരട്ടെ. ആ പുതുക്കം പ്രാപിച്ച് നാം ആമേൻ പറഞ്ഞ് പോകുമ്പോൾ അത് കർത്താവിന് വേണ്ടി ഈ ദേശത്തെ കീഴ്മേൽ മറയ്ക്കുന്ന ഒരു അനുഭവത്തിൽ അതേ സ്വന്തം ആയിത്തീരുവാൻ ദൈവാത്മ നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദേവദാസിനെ സനിപാസിനെയും അതുപോലെ മാമയും കർത്താവ് ഇനിയും കർത്താവിന്റെ വരവ് വരെ നിന്ന് അനേക ദൈവസഭകൾക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി കൂടുതലായി അതേ സ്വതല്യ അവരെ പ്രയോജനപ്പെടുവാൻ ദൈവാത്മ അവരെ സഹായിക്കട്ടെ. രണ്ട് തലമുറയും കൊച്ചുമക്കളിൽ കാണുവാനുള്ള കൃപ കർത്താവ് നൽകിയല്ലോ. അത് കണ്ട് കൂടുതൽ സന്തോഷിപ്പാനും അതേ അവരുടെ പ്രവൃത്തി കണ്ട് അനുഭവിച്ച് അവരെ ആ നന്മ കൂടെ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി, പോയ ശേഷം ഇല്ല സ്തോത്രം. ഞാനാ എനിക്ക് അറിയില്ല, പക്ഷേ സംശയം കറക്റ്റാ സ്തോത്രം. സാധാരണ പറയാറുണ്ട് മക്കള് പോയാൽ അപ്പനപ്പന്മാരെ കൊണ്ടുപോകാറുണ്ട് ഒരു മാസം എങ്കിലും. ഒരു മാസം ഞാനും പോയിട്ടുണ്ട്. അനിയും കൊണ്ടുപോയ സമയത്താണ് ടൈറ്റസ് പാസ്റ്ററെ കാണാൻ ഇട വന്നത്. ഒരു മാസമെങ്കിലും സ്തോത്രം. അത് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചത് ആ സ്ഥലത്ത് നിയമസഭ വിളിച്ച് മകനവിടെ പോയിട്ടും 2-3 തവണ പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ആയിരിക്കും. എന്നിട്ടും ഒരു മാസം പോലും വിസിറ്റിങ്ങിന് അപ്പനെ അമ്മയും കൊണ്ടുപോയില്ല. പണ്ടതല്ല അല്ല പണ്ടത്തെ കാര്യമില്ല. പണ്ട് പോയിട്ടില്ല, അറിയാം. സോ അതല്ല ടൈറ്റസ് പാസ്റ്റർ പോയി, പിന്നെ ടൈറ്റസ് പാസ്റ്റർ കൊണ്ടുപോയിട്ടില്ലല്ലോ. കൊണ്ടുപോയില്ല ആദ്യത്തെ തവണ മാത്രം എന്ന് മാത്രം പോയി. പക്ഷെ എന്നാൽ അങ്ങനെ പോയി വരുവാൻ പോലും ഒരു താല്പര്യം ഇല്ലാത്ത സ്തോത്രം ആ മനസ്സിനോട് ദൈവത്തെ സ്തുതി എന്നും പറഞ്ഞ് പറഞ്ഞു. അവിടെ പോകുന്ന തെറ്റൊന്നുമല്ല സ്തോത്രം. പക്ഷെ അവരെ മനസ്സ് ഹല്ലേലൂയ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അത് ആ പുതുക്കം ഇന്ന് പകൽ പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവിനോട് ഓടുവാൻ കർത്താവിനെ സഹായിക്കുന്ന സഭ നൽകിയ യുവദാസിനോട് സഭ നന്ദി അറിയിക്കുന്ന കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സാക്ഷികൾ തന്റെ ജീവിതത്തിന്റെ ഏറിയ വർഷത്തെ അനുഭവങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ പ്രിയപ്പെട്ടവരെ ഗുരുമായി കർത്താവ് ഒരുക്കുന്നല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ കൊടുക്കേണ്ട നല്ല സാക്ഷികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ദൈവസഭയുടെ പ്രസിഡന്റിന്റെ ചാർജ് വഹിക്കുന്ന ദൈവത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മകൻ ഒന്നിച്ച് ദൈവസഹായിക്കുന്ന അനുഗ്രഹമാകട്ടെ. വളരെ ആദരവോടെ വളരെ സ്നേഹത്തോടെ കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിനെ